കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ITIയിലെ SFI അക്രമത്തിൽ പ്രതിഷേധിച്ച് 16-ന് KSU തോട്ടട ITI റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏകപക്ഷീയമായ അക്രമമാണ് SFI പ്രവർത്തകർ നടത്തിയത്. കഴിഞ്ഞ 28 വർഷമായി KSUവിന് യൂണിറ്റ് ഇല്ലാത്ത സ്ഥലമാണ് കണ്ണൂർ ITI. അവിടെ KSU യൂണിറ്റ് സ്ഥാപിച്ചതോടെയാണ് SFIക്ക് ഹാലിളകിയത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് കൊടിയിൽ എഴുതി വെച്ച SFI അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ വിടുന്നില്ല. എന്ത് രാഷ്ട്രീയമാണ് SFI ഇതിലൂടെ പറയുന്നതെന്ന് അവർ വ്യക്തമാക്കണം. ദിവസങ്ങൾക്ക് മുൻപ് KSU യൂണിറ്റ് സെക്രട്ടറി, SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചു. ഈ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് KSU സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ITI ക്യാമ്പസിലെത്തിയപ്പോൾ മർദ്ദിച്ചത്. ശനിയാഴ്ച അവധി ദിവസം അല്ലെന്ന സർക്കാർ തീരുമാനം പിൻവലിക്കാൻ KSU മാസങ്ങളോളമാണ് സമരം നടത്തിയതെന്നും സർക്കാരിനെ കൊണ്ട് തീരുമാനം പിൻവലിക്കാൻ സമരത്തിന് കഴിഞ്ഞുവെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന ആക്രമണം നമുക്കറിയാം. ഇന്നലെ കണ്ണൂർ ITIയിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള സംഭവമാണ്. 28 വർഷക്കാലമായി SFI തങ്ങളുടെ സമഗ്രാധിപത്യ കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന കണ്ണൂർ ITIയിൽ KSUവിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം ഒരു യൂണിറ്റ് ഇടുന്നു. അവിടെ അടുക്കും ചിട്ടയുമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ആ സാഹചര്യത്തിൽ അതിൽ വിറളി പൂണ്ടുകൊണ്ട് ആ ക്യാമ്പസിൽ SFI എന്ന് പറയുന്ന സംഘടന മാത്രം മതി, ഏക സംഘടനാവാദത്തിലേക്ക് ആ ക്യാമ്പസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് KSUവിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ തുടക്കം മുതൽ അതിൽ അക്രമത്തിൻ്റെ അല്ലെങ്കിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനാണ് SFI തീരുമാനിക്കുന്നത്. ഒക്ടോബർ മാസം അവസാനം KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയെ SFI യൂണിറ്റ് പ്രസിഡന്റും യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന ദേവൻ എന്ന് പറയുന്ന KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച പേരിൽ SFI യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ആ ക്യാമ്പസിൽ KSUവിൻ്റെ കൊടിമരമിടുമ്പോൾ അതിനെ പിഴുതു കളയുന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇന്നലെ ആ ക്യാമ്പസിലേക്ക് കടന്നു ചെന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ രീതിയിലേക്ക് കായികമായി കയ്യേറ്റം ചെയ്യുന്ന SFIയുടെ രാഷ്ട്രീയം. എന്ത് രാഷ്ട്രീയമാണ് SFI കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പറയുന്നതെന്ന് ചോദിക്കാൻ KSU ആഗ്രഹിക്കുകയാണ്. തങ്ങളുടെ കൊടിയിൽ സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും എഴുതി വയ്ക്കുമ്പോൾ അവരുടെ ക്യാമ്പസുകളിൽ മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിർവചനത്തിലേക്ക് SFI എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ ക്യാമ്പസുകളിൽ കഴിഞ്ഞ 2 മാസക്കാലമായി തുടർച്ചയായി KSUവിൻ്റെ നേതൃത്വത്തിൽ ITI ക്യാമ്പസുകളിൽ സമരം നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ശനിയാഴ്ച പ്രവൃത്തി ദിവസവുമായി ബന്ധപ്പെട്ട് SFI എന്ന് പറയുന്ന സംഘടനയെ ഒരിടത്ത് പോലും കാണാനില്ല. ഒടുവിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസം എന്ന ഒരു നിലപാടിൽ നിന്ന് കേരളത്തിലെ സർക്കാർ പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സ്, ITIയിലെ വിദ്യാർത്ഥി മനസ്സ് KSUവിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നോമിനേഷൻ കൊടുക്കാൻ കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഒരു സാഹചര്യം. ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി നോക്കിക്കാണുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പയ്യാവൂരിനെ ഇളക്കിമറിച്ച് ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം. അതെ, ഫർണിച്ചർ, ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം. ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല. വിശാലമായ കളക്ഷൻ, ഈസി EMI, മികച്ച ഗുണനിലവാരം, ആകർഷകമായ ഓഫറുകൾ, ഹൃദ്യമായ സർവീസ്, ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ്. ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ്, കാക്കത്തോട്, പയ്യാവൂർ.